ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു പേഴ്സണൽ ടോപ്പിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് വജൈനൽ ഹൈജീനെ കുറിച്ചിട്ട് കുറച്ച് ടിപ്സുകളാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും, അറിയാത്തവർക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി മെൻസ്ട്രൽ കപ്പിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ ഉറപ്പായിട്ടും, ഇതുവരെ യൂസ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ കാണണം. അപ്പോൾ അതിൽ ഫുള്ളായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ടും ഇങ്ങനത്തെ ടോപ്പിക്കുകളാണ് ഇപ്പോൾ ഇനി മെയിനായിട്ടും കവർ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടും കൂടുതലായിട്ടും എന്താ പറയുക, ആരായിട്ടും ഡിസ്കസ് ചെയ്യാത്ത, ഇപ്പോൾ ടീനേജേഴ്സിനൊക്കെ ഉണ്ടെങ്കിൽ ആരായിട്ടും ഡിസ്കസ് ചെയ്യാത്ത ടോപ്പിക്കുകളായിരിക്കും ഇത്. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് മെയിനായിട്ടും ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ മെയിനായിട്ടും ഈ ഒരു വജൈനൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നത്തെ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. വജൈന എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു സെൽഫ് ക്ലെൻസിങ് പ്രോസസ്സ് നടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും അവിടെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ സോപ്പോ അങ്ങനെ കെമിക്കൽസോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അത് തന്നെയാണ് പ്രധാനമായിട്ടുള്ളൊരു പോയിന്റ് കേട്ടോ. ഇതിൽ മെയിനായിട്ടും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കൂടുതലായിട്ടും സോപ്പോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കൂടുതലായിട്ട് കുറേ പേര് ഇപ്പോൾ വജൈനൽ വാഷുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായി നമ്മൾ അങ്ങനെ വാഷുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ pH നമുക്ക് ചേഞ്ച് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കൂടുതലായിട്ടും ഡ്രൈനെസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇപ്പോഴത്തെ മോസ്റ്റ്ലി എല്ലാവരും ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റും എല്ലാം കണ്ടിട്ട് ഇങ്ങനെ വജൈനൽ വാഷുകളൊക്കെ കൂടുതലായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് കുറയ്ക്കാൻ നോക്കുക. നമുക്ക് വൺസ് ഇൻ എ വയലൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ദോഷമില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു സ്മെല്ലി വജൈന ആണെങ്കിൽ നിങ്ങൾക്ക് അത് മാറാനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സ്മെല്ല് എന്തെങ്കിലും ഒരു ഫിഷി അങ്ങനത്തെ ഒക്കെ സ്മെല്ലുണ്ടെങ്കിൽ അതെന്തായാലും ഒരു ഇൻഫെക്ഷൻ്റെ ഭാഗം ആയിരിക്കും എന്തായാലും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഇങ്ങനത്തെ ഒരു വജൈനൽ വാഷൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടിയും അത് കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ആ ഒരു പോർഷൻ ക്ലിയർ ആക്കിയതാണ്. ഇനി നമുക്ക് നമ്മുടെ വജൈനൽ ഹൈജീൻ എന്തൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് കറക്റ്റായിട്ട് വാഷ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ഇന്നേഴ്സൊക്കെ ഡ്രൈ ചെയ്യേണ്ടത്, അതൊക്കെ നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അണ്ടർഗാർമെന്റ്സിൽ തൊട്ട് തുടങ്ങാം. നമ്മളിപ്പോൾ അവിടെ ഇടുന്ന അണ്ടർഗാർമെന്റ്സ് കൂടുതലായിട്ട് ടൈറ്റ് ആവാൻ പാടില്ല. അത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളത് വാഷ് ചെയ്ത് ഫസ്റ്റാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്, ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇന്നേഴ്സൊക്കെ വാങ്ങിക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ കഴുകി വാഷ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മോസ്റ്റ്ലി എപ്പോഴും അത് ഉണക്കുമ്പോൾ വെയിലത്തിട്ട് ഉണക്കാൻ ശ്രദ്ധിക്കുക. ഒരു എന്താ പറയുക, വീടിൻ്റെ അകത്തോ ബാത്റൂമിലോ അങ്ങനെ ഇട്ട് ഉണക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും വെയിൽ കൊണ്ട് ഉണങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്നും ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിലൊന്നും ഒരു എന്താ പറയുക നാണക്കേടൊന്നും വിചാരിക്കേണ്ട. നമ്മളെപ്പോഴും ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കൊണ്ട് അത് ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ട് തന്നെ യൂസ് ചെയ്യുക. ഈർപ്പമുള്ളത് ഇപ്പോൾ ഒരു മഴക്കാലത്തായതുകൊണ്ട് നമുക്ക് ഉണങ്ങി കിട്ടില്ല, അങ്ങനെ ഒരു ഇത് വരുത്തരുത്. നിങ്ങൾ എപ്പോഴും അത് ഡ്രൈ ആക്കി തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പോൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ വാഷ് ചെയ്തിട്ട് അങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ അണ്ടർഗാർമെന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ വെറ്റാവും. അപ്പോൾ വെറ്റാവാനുള്ള സാധ്യതകൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ആ ഒരു ഇത് വെറ്റാവും. അപ്പോൾ പാൻറ്റീസൊക്കെ വെറ്റായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് മാത്രമല്ല, നമുക്ക് അവിടെ നനവുണ്ടായിട്ട് അവിടെ ഒരു സ്മെല്ലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള കൂടുതൽ സാധ്യതകളുണ്ട്. അപ്പം നിങ്ങൾ എപ്പോഴും യൂറിനേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒരു എന്താ പറയുക ക്ലോത്തോ കോട്ടൻ്റെ ക്ലോത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക വൈപ്പുകളോ. അപ്പോൾ സാധാരണ ഈ ഒരു എന്താ പറയുക വൈപ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിച്ച് അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം വൈപ്സ് ഒക്കെ യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ടിഷ്യൂ ആയാലും യൂസ് ചെയ്യാം. പിന്നെ ഓവർ യൂസേജ് ഒരിക്കലും പാടില്ല. നമ്മൾ ഓവറായിട്ട് നമുക്ക് സാധാരണ അവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വജൈന ഓൾറെഡി ഒരു വെറ്റ് ആയിട്ടുള്ളതാണ് ഇരിക്കാറ്. അപ്പോൾ അങ്ങനെ ഓവറായിട്ട് നമ്മൾ കൂടുതലായിട്ട് കെയർ ചെയ്ത് അത് വെറ്റ് വീണ്ടും ഒപ്പി അങ്ങനെ ഡ്രൈ ചെയ്തു അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും വജൈനൽ ഡ്രൈനെസ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ അതും ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ഹൈജീൻ നോക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും, അല്ലെങ്കിൽ വജൈനൽ ഡ്രൈനെസ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ
വരും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താ വെച്ചാൽ കുറേ പേര് ചിലപ്പോൾ അവിടെ നമുക്കൊരു ഈർപ്പം ഫീൽ ചെയ്തിട്ട് ടാൽക്കം പൗഡേഴ്സൊക്കെ അവിടെ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകളാണ് കൂടുതൽ. അപ്പോൾ ഒരിക്കലും നമ്മൾ അവിടെയൊന്നും ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗത്തൊന്നും ടാൽക്കം പൗഡേഴ്സ് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ ടാൽക്കം പൗഡേഴ്സ് മാത്രമല്ല എന്തെങ്കിലും എന്താ പറയുക പെർഫ്യൂംസോ അങ്ങനെ നമ്മൾ സ്മെല്ല് ഉണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ നിങ്ങൾ ടാൽക്കം പൗഡേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വജൈനൽ ഡ്രൈനെസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി നിങ്ങൾ ഒരു പാഡ് യൂസ് ചെയ്യുന്ന സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്കൊരു 4 മണിക്കൂറിന് കൂടുമ്പോൾ നമ്മൾ എപ്പോഴായാലും ഈ ഒരു സാനിറ്ററി പാഡ് ചേഞ്ച് ചെയ്യണം. അത് ഹെവി ഫ്ലോ ആയാലും മൈൽഡ് ഫ്ലോ ആയാലും നമ്മളിപ്പോൾ വിചാരിക്കും ഓക്കെ ഫ്ലോ ഒന്നും ഇല്ല നമുക്ക് കുറച്ചും കൂടി നേരം വെക്കാം തീരെ ആയിട്ടില്ല അങ്ങനെ കുറേ പേര് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ നമ്മളെപ്പോഴും 4 മണിക്കൂറിന് ശേഷം അത് മാറ്റേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനെ ഞാൻ മെൻസ്ട്രൽ കപ്പിന്റെ വീഡിയോ ഓൾറെഡി ചെയ്തു എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലംസ് നമ്മുടെ മെൻസ്ട്രൽ കപ്പിൽ ഉണ്ടാവില്ല. നമുക്ക് മെൻസ്ട്രൽ കപ്പ് ധൈര്യമായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ നമുക്കൊരു 12 hours വരെ ലോങ് ആയിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെക്കണമെങ്കിൽ വെക്കാം. അങ്ങനെ കുറേ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മുടെ മെൻസ്ട്രൽ കപ്പിൽ, ഇമ്പോർട്ടൻ്റ് അല്ല യൂസ്ഫുൾ ആയ കാര്യങ്ങൾ മെൻസ്ട്രൽ കപ്പിലുണ്ട്. ഇപ്പോൾ നമ്മളൊരു യാത്ര ചെയ്യാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു പാഡ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഒരു പാഡിന് ഒരു കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സ്മെല്ല് വരും. അതുപോലെ തന്നെ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ നമ്മുടെ എത്ര നമുക്ക് ബ്ലഡ് നമ്മുടെ ലോസ് ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു അളവ് നമുക്ക് ഈ ഒരു മെൻസ്ട്രൽ കപ്പിൽ കിട്ടും. അപ്പോൾ അതൊന്നും നമുക്ക് വേറൊരു മെത്തേഡിലും കിട്ടില്ല. ഒരു പാഡായാലും ഏത് മെത്തേഡായാലും നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് പിന്നെ എക്കോ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ പാഡാണ് എപ്പോഴും യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു മെൻസ്ട്രൽ കപ്പിലേക്ക് മാറേണ്ട ടൈം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് കുറേ പേര് എപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട് പേടിയാണെന്നുള്ളത്. അപ്പോൾ പേടി മാറ്റിയിട്ട് നിങ്ങൾ ഒരു ടൈമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും തിരിച്ചു പോകില്ല. ആദ്യത്തെ ടൈം ചിലപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, നമുക്ക് സ്വാഭാവികമാണ് അത്. അപ്പം ഫസ്റ്റ് പീരീഡ്സ് കഴിയുന്ന വരെ നിങ്ങളിത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പീരീഡ് തൊട്ട് നിങ്ങൾ എന്തായാലും പാഡിലോട്ട് മടങ്ങി പോവില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഒരു പാഡൊക്കെ വെക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു പ്രോബ്ലം വരുന്നതെന്ന് വെച്ചാൽ റാഷസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതും നമുക്ക് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ കുറേ യൂസുകളുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പോയി കാണാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മാരീഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ഇന്റർകോഴ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വജൈന നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതാണ് നെക്സ്റ്റ് ഉള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നോർമലി എങ്ങനെയാണ് സാധാരണ പോലെ ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ ഇന്റർകോഴ്സ് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സാധാരണ ഒരു വെള്ളം അല്ലെങ്കിൽ വാം വാട്ടർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നത് ബെസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളെപ്പോഴും വാഷ് ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വാഷ് ചെയ്യരുത്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് എപ്പോഴും ബാക്കിലോട്ട് വേണം വാഷ് ചെയ്യാൻ. ഓക്കെ. നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ നമുക്ക് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്നും ബാക്കിലോട്ട് എന്ന രീതിയിൽ വേണം വാഷ് ചെയ്യാൻ. ഇന്റർകോഴ്സ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വാഷ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് ഈ ഒരു യൂറിനറി ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോപ്പോ അതുപോലെ തന്നെ എന്തെങ്കിലും പൗഡേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു വാം വാട്ടറിൽ വാഷ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ചെറിയ ഒരു രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ പെയിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് ഒരു വാം വാട്ടറിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. അങ്ങനെയായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. പിന്നെ നമ്മൾ അണ്ടർഗാർമെന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു വിട്ടുപോയൊരു കാര്യമാണ്, നമ്മളെപ്പോഴും യൂസ് ചെയ്യേണ്ടത് ലൂസ് ആയിട്ടുള്ള കോട്ടൺ വെയേഴ്സ് ആണ് മെയിനായിട്ടും യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അത് എങ്ങനെയാണ് ഡ്രൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ടും ഒരു ടൈറ്റ് ക്ലോത്ത്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് സ്വെറ്റിംഗ് ഉണ്ടാവും ആ ഒരു ഏരിയയിൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചിലപ്പോൾ ബാക്ടീരിയലോ ഈസ്റ്റ് ഇൻഫെക്ഷൻസോ ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു മാക്സിമം ഒരു സമ്മർ ആ ഒരു സീസണിലൊക്കെ ആകുമ്പോൾ മെയിനായിട്ടും ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ തന്നെ വെയർ ചെയ്യാൻ ശ്രദ്ധിക്കാം.
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് മൂത്രം ഒഴിക്കുമ്പോൾ എന്തെങ്കിലും വേദനയോ അല്ലെങ്കിൽ പെയിൻ ഉണ്ട്, ചെറിയ ഇറിറ്റേഷൻ ഉണ്ട്, ഇച്ചിങ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ്റെ തുടക്കമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഹോം റെമഡീസ് ചെയ്തിരിക്കണേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ ഒരു ആൻറ്റിബയോട്ടിക്സ് എടുത്തു കഴിഞ്ഞാൽ മാറേണ്ട കാര്യമുള്ളൂ. നമ്മൾ വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമുക്കത് വേഴ്സ് ആവാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. നമുക്ക് മെയിനായിട്ടും എന്താണ് ഇൻഫെക്ഷൻസ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്മെല്ല് ഡിഫറൻസ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു ഫിഷി സ്മെല്ല് ഉണ്ടാവും, അതുപോലെ തന്നെ കളറിലും ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും ഇതിനെപ്പറ്റി പറയാതെ കേട്ടോ. ചിലപ്പോൾ ഒരു യെല്ലോ ഗ്രീൻ കളർ അല്ലെങ്കിൽ ഗ്രേ കളർ അങ്ങനെയൊക്കെയുള്ള ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ഇൻഫെക്ഷൻ ആയിരിക്കും. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ എന്തായാലും എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ അവിടെ എന്താ പറയുക ഈ പ്യൂബിക് ഏരിയ ഹെയർ റിമൂവ് ആകുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയും ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ മാക്സിമം കൂടുതലായിട്ടും അവിടെ ഈ ഒരു ക്രീമുകളോ അങ്ങനത്തെ ഹെയർ റിമൂവൽ ക്രീംസൊക്കെ യൂസ് ചെയ്യുന്നത് കുറച്ചൊരു നമുക്കത് ഒരു എന്തായാലും ഒരു കെമിക്കലല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചൊരു നിങ്ങൾ ആ ഒരു ഏരിയയിൽ മാത്രം ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ബെറ്റർ ആയിട്ടുള്ളത് നമ്മളെപ്പോഴും ട്രിം ചെയ്ത് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ട്രിം ചെയ്യലായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാനൊരു ഓൾറെഡി നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും. പിന്നെ കൂടുതലായിട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. നിങ്ങളായിട്ട് ഒരു ഹോം റെമഡീസും ചെയ്തിരിക്കരുത്, ഉടനെ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും വാജിനൽ ഹൈജീനെ കുറിച്ചിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്